ഈടാ മോനെ ഇത് കണ്ടാണ് നിങ്ങൾ നല്ല ഫ്രഷ് ബോട്ടി കല്ലുമ്മൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ചുരണ്ടുമ്പോൾ എത്ര എളുപ്പത്തിലാണ് അതിങ്ങനെ ക്ലീനായി വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ബോട്ടി ലവേഴ്സിന് ഇങ്ങോട്ട് ആവേശം കയറുന്നില്ലേ, ബോട്ടി ക്ലീനാക്കാനും ബോട്ടി വെച്ച് തിന്നാനും. ഇത് ഇത്ര സിമ്പിളായിട്ട് പൊളിഞ്ഞു പോരാനുള്ള സൂത്രം എന്താണെന്നറിയോ? എല്ലാ വലിയർന്നാക്കും നമുക്കുള്ളൊരു ടാസ്ക്കാണ് ബോട്ടി ക്ലീനാക്കൽ. കാരണം നമ്മൾ ക്ലീനാക്കി കൊടുത്താലേ പെരക്കാരത് ഉണ്ടാക്കി തരുള്ളൂ. നമ്മളതിൻ്റെ ഒരു എളുപ്പ മാർഗത്തിലാണ് എപ്പോഴും അത് ക്ലീൻ ചെയ്യുന്നത്. എത്ര കട്ടിയുള്ള ഭാഗമാണെങ്കിലും ഇതുണ്ടാ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊളിച്ച് വൃത്തിയാക്കാൻ പറ്റും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ താറാവാൾ വരെ വന്ന് കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ വെള്ളം ഉണ്ടോ കാണിച്ചോട്ടാ. ഇതുപോലെ ഇത്ര വൃത്തിയിൽ ഒരു എന്താ പറയുക, നമ്മളെ ടർക്കിയൊക്കെ മടക്കി വെച്ചതുപോലുള്ളൊരു ഫീലില്ലേ, അങ്ങനെ ആക്കാൻ നമ്മളെ സഹായിച്ചത് ഈ ഒരു സാധനം കേട്ടോ, ചുണ്ണാമ്പ്. ഈ ചുണ്ണാമ്പ് കണ്ടിട്ട് കണ്ടില്ല, ചുണ്ണാമ്പ് അറിയില്ല. ഈ ചുണ്ണാമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ആ മൊത്തം ബോട്ടിമേൽ നമ്മളാണ് തേച്ചിട്ട് കുറച്ച് നേരം മടക്കി വെച്ചു. ആ മടക്കി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് കത്തിയോണ്ട് നല്ല ചുരണ്ടി ഇപ്പോൾ ഈ ഒരു വൃത്തിക്കത് എത്തിച്ചത്. ബോട്ടിയിൽ ഇങ്ങനെ അറകളായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ ഭാഗമാണ് ശരിക്കും ക്ലീൻ ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചുണ്ണാമ്പ് തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മടക്കി വെക്കുക. കുറച്ച് തേച്ചാൽ മതി കേട്ടോ, വാരി വലിച്ച് തേക്കൊന്നും വേണ്ട, കുറച്ച് തേക്കുക. കുറച്ച് നേരം അതെന്ത് ചെയ്യുക, ഒന്ന് മടക്കി വെക്കുക. പിന്നെ എടുത്തിട്ട് ഇതുപോലെ കത്തിയോണ്ട് ഇങ്ങനെ മെല്ലെ ചുരണ്ടി കൊടുത്താൽ തന്നെ ഈ അറകൾ പോലും നല്ല രീതിയിൽ വൃത്തിയാവും. ഇതുപോലെ ചുണ്ണാമ്പ് തേച്ച് വൃത്തിയാക്കിയാൽ ഈ ഒരു ബോട്ടിൻ്റെ ടേസ്റ്റ് പോവും, അതിൽ ചുണ്ണാമ്പിൻ്റെ ടേസ്റ്റ് കയറും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനതിനോട് യോജിക്കണില്ല. ഇനിയിപ്പോൾ ഒരുപാട് ചുണ്ണാമ്പ് ഒന്നായിട്ട് വാരി തേച്ച് ഒരുപാട് നേരം മടക്കി വെച്ച് അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചുണ്ണാമ്പേ തേക്കുള്ളൂ, കുറച്ച് സമയം വെക്കുകയുള്ളൂ, ഉടനെ തന്നെ എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ടേസ്റ്റിലൊന്നും മാറ്റം തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബോട്ടി ലവേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി.